നമസ്കാരം. സ്നേഹം ചിലപ്പോഴൊക്കെ അടിമിത്തമായി മാറാറുണ്ടല്ലേ? ഒരു കാലത്ത് നമ്മൾ വളരെ സ്നേഹത്തോടെ ചിലർക്ക് ചില സർപ്രൈസുകളൊക്കെ കൊടുത്തിരിക്കും. പിൽക്കാലത്ത് അതേ സർപ്രൈസുകൾ നമ്മൾ തുടർന്നിരിക്കും. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് ഇതേ സർപ്രൈസുകൾ അവർ എല്ലാ തവണയും ആഗ്രഹിക്കുമ്പോഴാണ്. ആദ്യമൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി നൽകിയ ചില സർപ്രൈസുകൾ നമ്മളിൽ നിന്നും വാങ്ങിയെടുക്കുന്ന രീതിയിൽ മറുവശത്തുള്ളവർ പെരുമാറുമ്പോൾ പിന്നെ അതൊരു ഭാരമാവും, അല്ലേ? നമുക്കവരെ തൃപ്തിപ്പെടുത്തണമല്ലോ എന്നൊരു ചിന്തയാവും. എങ്ങാനും തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അവരത് ചോദ്യം ചെയ്യുമല്ലോ. അങ്ങനെ ഒരുപാട് നമുക്ക് ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന ആൾക്കാർ ഒരിക്കലും നമുക്കത് തിരിച്ചു തരാറില്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ പിടിച്ചു വാങ്ങുള്ളൂ. മറ്റുള്ളവർക്കാണെങ്കിൽ ആ കാര്യം അറിയാം, എന്തുകൊണ്ട് നമുക്ക് ഇപ്പം പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ പിടിച്ചു വാങ്ങുന്ന ടോക്സിക് സ്നേഹങ്ങൾ ഒരിക്കലും അതിനെ പ്രണയമെന്ന് പറയുന്നില്ല. അത് ചില സൗഹൃദങ്ങളിലും ഉണ്ടാവാറുണ്ട്, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങളിലാണ് എനിക്ക് കൂടുതലായി ടോക്സിസിറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില ഭാരങ്ങൾ ഒന്ന് ഇറക്കി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭയം അതിനെന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വളരെയധികം വിഷമമുള്ള ആളാണ്. അതിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണത്. അതേസമയം ഒരേ ഒരു വൺ സൈഡ് മാത്രം നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം എല്ലാം നമ്മൾ ഒരു വ്യക്തികൾക്കോ വേണ്ടി നമ്മളിങ്ങനെ ചെലവാക്കുന്നു. പക്ഷെ നമുക്ക് വേണ്ടി ഒരു തിരിച്ച് ഒരല്പം പോലെ അവർ എഫോർട്ട് ഇടാതെ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വൺ സൈഡ് സർപ്രൈസുകൾ എന്ന് വിചാരിക്കും. ഞാൻ സർപ്രൈസ് എന്ന് പറയുന്നെങ്കിൽ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെയുള്ള പലർക്കും അത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അടിമപ്പെട്ടു പോയ ചില കാര്യങ്ങൾക്ക് ഒന്ന് ഇടവേള കൊടുത്താലോ, ഇന്ന് ഇടവേള കൊടുത്ത് നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ചെറിയ കാര്യമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും എനിക്കിതൊരു വലിയ ഭാരമാണ്. ലെറ്റ്സ് സീ